രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവ കേസരിയാണ്. തമിഴ്നാട്ടിലെ ആഘോഷങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റി ഫുഡാണ് കേസരി. ഇനി വീഡിയോയിലേക്ക് പോകാം. റവ കേസരി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഈ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് റവ, 5 ഗ്ലാസ് പഞ്ചസാര, 6 ഗ്ലാസ് വെള്ളം. റവ അളക്കുന്ന ഗ്ലാസ് തന്നെയാണ് പഞ്ചസാരയും വെള്ളവും അളക്കാൻ എടുത്തിരിക്കുന്നത്. 25 ഗ്രാം മുന്തിരിങ്ങ, 50 ഗ്രാം കശുവണ്ടി പരിപ്പ്, കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 100 ഗ്രാം നെയ്യ്, 400 ഗ്രാം സൺഫ്ലവർ ഓയിൽ. കേസരി തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നെയ്യും ഒഴിച്ച് ഇളക്കാം. എണ്ണയും നെയ്യും നല്ലതായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. കശുവണ്ടി പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് എണ്ണയിലും നെയ്യിലും നന്നായി കിടന്ന് ഫ്രൈ ആകണം. മുന്തിരിങ്ങ ഇതുപോലെ ബോളായി വരും. അതാണ് ഇതിന്റെ പരുവം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കുന്നത് നിർത്താൻ പാടില്ല. കശുവണ്ടി പരിപ്പ് ഏകദേശം ഗോൾഡ് കളറിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. റവ നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം.
ഇത് പാത്രത്തിലൊട്ടാതെ നന്നായി ഇളകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ചട്ടുകത്തിൽ നിന്നും വിട്ട് വിട്ട് വീഴുന്നതാണ് ഇതിന്റെ പാകം. മഞ്ഞൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. റവ കേസരി നന്നായി പാകമായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകരാം. റവ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൽ യാതൊരുവിധ കെമിക്കൽസും ചേർത്തിട്ടില്ല. ഇത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കണം. ഇത് നല്ലൊരു ടേസ്റ്റി ഫുഡാണ്. റവ കേസരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.